കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ ഓരോന്നോരോന്നായി സംഘപരിവാർ കൈയടക്കുന്നതും സംഘപരിവാറിൻ്റെ ഭൂമികയായി അത്തരം പ്രദേശങ്ങൾ മാറുന്നതും നാം കാണുകയുണ്ടായി. അപ്പോഴും കോൺഗ്രസിൻ്റെ നയത്തിൽ മാറ്റമുണ്ടായില്ല. ഇത് ആഭ്യന്തര പ്രശ്നങ്ങളിൽ മാത്രമല്ല, രാജ്യമെന്ന നിലക്ക് നാം സ്വീകരിച്ചിരുന്ന പൊതുവായ നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ ദേശീയ പ്രസ്ഥാന കാലഘട്ടം മുതൽ നമ്മുടെ രാജ്യം സ്വീകരിച്ചു വന്നതാണ്. പക്ഷെ അതിലും ഇതിൻ്റെ ഭാഗമായുള്ള മാറ്റങ്ങൾ നമുക്ക് ദർശിക്കാനായി. പാലസ്തീൻ പ്രശ്നം ആ കൂട്ടത്തിലൊന്നാണ്. പാലസ്തീൻ എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാഷ്ട്രമായിരുന്നു. പാലസ്തീനെ മാത്രമേ നാം അംഗീകരിച്ചിരുന്നുള്ളൂ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ യാസർ അറാഫത്തിനെ കൂടെ നിർത്തിക്കൊണ്ടായിരുന്നു സംസാരിച്ചിരുന്നത്. ഇസ്രയേലിനെ അംഗീകരിക്കാത്ത രാഷ്ട്രമായിരുന്നു ഇന്ത്യ. എന്നാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൽ നിന്ന് പിന്നീട് ഇങ്ങോട്ട് നരസിംഹറാവുവിൻ്റെ കാലത്തേക്ക് എത്തിയപ്പോൾ കാര്യങ്ങളിൽ വലിയ മാറ്റം വന്നു. ഇസ്രയേലിനെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് വന്നു. നരസിംഹറാവു ആഭ്യന്തര പ്രശ്നങ്ങളിൽ സ്വീകരിച്ച നിലപാടും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാറ്റിലും സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി മാറാനുള്ള ത്വര, അതാണ് കാണാൻ കഴിഞ്ഞിരുന്നത്. ശക്തമായി അതിനെ എതിർത്ത് ജനങ്ങളെ അണിനിരത്തി മതനിരപേക്ഷത ശക്തിപ്പെടുത്തുക എന്നതിനല്ല കോൺഗ്രസ് പ്രാമുഖ്യം കൊടുത്തത്. അതിൻ്റെ ഭാഗമായി ഇന്ന് കോൺഗ്രസ്സിലെ പഴയ 12 മുഖ്യമന്ത്രിമാരാണ് BJPക്കകത്ത് കാണാൻ നമുക്ക് കഴിയുക. കോൺഗ്രസ്സിലെ പ്രധാനികൾ BJPയുടെ മുഖ്യമന്ത്രിമാരായും കേന്ദ്രമന്ത്രിമാരായും അവരുടെ പാർട്ടി നേതാക്കളായും പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നു. ഏത് കോൺഗ്രസ്സുകാരൻ നാളെ BJP ആകും എന്നതിൽ ആർക്കും ഉറപ്പില്ലാത്ത അവസ്ഥ. ആരുമാകാം എന്നതാണ് നില. നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് ഭൂരിപക്ഷം നേടി ഭരണത്തിലെത്തിയാലും ആ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്നതിന് തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ്സുകാർ തന്നെ ആവശ്യമായ സഹായങ്ങൾ ചെയ്ത് BJP ഭരണം കൊണ്ടുവരുന്നതും വിവിധ സംസ്ഥാനങ്ങളിൽ കാണാൻ നമുക്ക് കഴിഞ്ഞു. ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ ഈ കാഴ്ച കാണാനായി. ഇത് തുറന്നുകൊണ്ടേ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ചില സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്ക് രാജ്യസഭാ മെമ്പർമാരെ
തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ അടുത്ത നാളിലാണ് തിരഞ്ഞെടുപ്പ് നടന്ന് നിയമസഭ തന്നെ രൂപീകൃതമായത്. പക്ഷേ ആ കൂട്ടത്തിൽ മോശമല്ലാത്ത നമ്പർ കോൺഗ്രസ്സുകാർ BJP സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് മനു അഭിഷേക് സിംഗ്വി. അദ്ദേഹം കോൺഗ്രസിൻ്റെ വക്താവും രാജ്യത്തെ മുൻനിരയിലുള്ള സുപ്രീം കോടതി സീനിയർ അഡ്വക്കറ്റുമാരിൽ ഒരാളുമാണ്. അദ്ദേഹം വിലപിക്കുന്നത് നമ്മൾ കേട്ടു. ഇന്നലെ രാത്രി എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ഇന്ന് രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കുകയും ചെയ്തതിന് ശേഷം അവർ തന്നെ പോയി എനിക്കെതിരെ വോട്ട് ചെയ്തത് എനിക്കത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവർ ഏത് തരം ഗണത്തിൽപ്പെടുന്ന മനുഷ്യരാണ് എന്നതും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് അദ്ദേഹം പരസ്യമായി പറഞ്ഞത്. അപ്പോൾ കോൺഗ്രസ് എന്നത് ഇന്ന് കോൺഗ്രസ്സായി നിൽക്കുമ്പോൾ അടുത്ത നിമിഷം എന്താകും എന്നതിനെക്കുറിച്ച് ആർക്കും വ്യക്തതയില്ലാത്ത, ഉറപ്പില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു.